ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. Let us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് അജിത ഇരയിൽ, ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയാണ്. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ എഡ്വിൻ റോയ്, ആൻമരിയ വിനോ, സ്കൂൾ SJHSS വായാട്ടുപറമ്പ്. ടീം ബി സൂര്യഗായത്രി, അരുണിമ സേതു, സ്കൂൾ GHS റേറം. ഇനി ടീം സി തഹദീർ ഇ.കെ, മുഹമ്മദ് പി.കെ, KKVM PHSS. ടീം ഡി നിവേദ്യ എസ്, പൈക PP, PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാടം. ടീം ഇ അഞ്ജുദ് ബിവി, അദ്വൈത് യു, GBVHSS മാടായി. ബയോളജി അവസാന പാഠഭാഗങ്ങളാണ്. 7, 8 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്വിസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതുവരെയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 7, 8 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ റേഡിയോ ടീച്ചർ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യ റൌണ്ടില് 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അത് പാസ് ചെയ്താൽ അടുത്ത ടീമിന് 3 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ടീമിനും ആൻസർ കിട്ടിയില്ല എങ്കിൽ ഏത് ടീമിന് വേണമെങ്കിലും ഉത്തരം പറയാം, പക്ഷേ പോയിന്റ് ഉണ്ടാവില്ല. നമുക്ക് ആരംഭിക്കാം. ആദ്യ ചോദ്യം ടീം എയോട്. ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ജെനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആരംഭിച്ച ഈ ശാസ്ത്രശാഖ ഇന്ന് വളരെയധികം വികാസം പ്രാപിച്ചിരിക്കുകയാണ്. ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്താം, ജീനുകളെ മുറിച്ചുമാറ്റാം, കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ വളരെയധികം വളർച്ച ഈ മേഖലയിൽ വന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ചോദ്യം. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്ത്? നെയിം ദ എൻസൈം യൂസ്ഡ് ടു കട്ട് ദ ജീൻ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ശരി ഉത്തരമാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് is the enzyme. It is otherwise known as genetic scissors. ടീം എക്ക് 5 മാർക്ക്. അതുപോലെ ജീനുകളെ കൂട്ടിയോജിപ്പിക്കാനും ഉപയോഗിക്കുന്ന എൻസൈം ഉണ്ട്, ലിഗേസ്. ലിഗേസ് ഈസ് ദ എൻസൈം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ദ ജീൻ. ഇങ്ങനെ മുറിച്ചു മാറ്റുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുക വഴി ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്താം. അടുത്ത ചോദ്യം ടീം ബിയോട്. ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ധാരാളം പരികൽപ്പനകൾ നിലവിലുണ്ട്, സിദ്ധാന്തങ്ങളും. അതിലേറ്റവും പ്രബലമായ സിദ്ധാന്തം ഏതാണ്? വിച്ച് വാസ് ദ മോസ്റ്റ് പ്രിഡോമിനന്റ് തിയറി ഓൺ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്? കെമിക്കൽ എവല്യൂഷൻ തിയറി. വെരി ഗുഡ്. ശരി ഉത്തരമാണ്. കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിലുള്ള ചില വാതകങ്ങൾ, അതായത് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ, നീരാവി മുതലായ വാതകങ്ങൾ ഇടിമിന്നൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രതിപ്രവർത്തിച്ചാണ് അവ ജലാശയങ്ങളിലെത്തി രാസമാറ്റത്തിന് വിധേയമായി ആദ്യത്തെ ജീവകണിക ഉണ്ടായത്. ഈ പരികൽപ്പനയാണ് രാസപരിണാമ സിദ്ധാന്തം. ടീം ബിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോട്. രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ? ഹു ആർ ദ പ്രൊപ്പണൻസ് ഓഫ് കെമിക്കൽ എവല്യൂഷൻ തിയറി? A.I. ഒപ്പാരിൻ, ജേബിയസ് ഹാൾഡേൻ. ശരി ഉത്തരമാണ്. ടീം സിക്ക് 5 മാർക്ക്. റഷ്യൻ ശാസ്ത്രജ്ഞനായ A.I. ഒപ്പാരനും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JBS ഹാൾഡേനുമാണ് രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ആദിമ ഭൌമാന്തരീക്ഷത്തിലെ വാതകങ്ങളെ ഉപയോഗിച്ച് പരീക്ഷണശാലയിൽ വച്ച് കൃത്രിമമായി അമിനോ ആസിഡ് സംശ്ലേഷിപ്പിച്ചു. ഈ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞർ ആരൊക്കെ? നെയിം ദ സയന്റിസ്റ്റ് ഹു വർ ആർട്ടിഫിഷ്യലി റിക്രിയേറ്റിംഗ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് ഇൻ ദ ലബോറട്ടറി ആൻഡ് സിന്തസൈസ് അമിനോ ആസിഡ്സ്? യൂറി, സ്റ്റാൻലി മില്ലർ, ഹാരോൾഡ് യൂറെ. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. ഈ പ്രവർത്തനത്തിന് ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അന്തരീക്ഷ
വായുവിൽ നിന്ന് ഉപയോഗിച്ച ഇടിമിന്നലോ അൾട്രാവയലറ്റ് വികിരണങ്ങളോ ഒന്നുമല്ല. ഇവിടെ ഉപയോഗിച്ചത് ഉന്നത വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ്. അടുത്ത ചോദ്യം ടീം ഇയോട്. കൂട്ടിയോജിപ്പിച്ച ജീനിനെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് വാഹകരാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന വാഹകർ ഏതാണ്? ബൈ യൂസിംഗ് suitable vectors, ligated gene is transferred from one cell to another. Name the vectors that are generally used. പ്ലാസ്മിഡ്. ശരി ഉത്തരമാണ്. ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയാണ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് പ്ലാസ്മിഡ്? ഇറ്റ് ഈസ് ദ സർക്കുലർ DNA ഓഫ് ബാക്ടീരിയ. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോടാണ്. മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രോട്ടീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൈറസ് രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീന്റെ പേരെന്ത്? ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് many proteins are produced for the treatment of human diseases. Which protein is used to treat viral diseases? ഇന്റർഫെറോൺ. ശരി ഉത്തരമാണ്. ടീം ഇക്ക് 5 പോയിന്റ്. ഇന്റർഫെറോൺ മാത്രമല്ല, പ്രമേഹ രോഗ ചികിത്സയ്ക്കുള്ള ഇൻസുലിൻ, വേദനയ്ക്കുള്ള എൻഡോർഫിൻ, വളർച്ചാ വൈകല്യങ്ങൾക്കുള്ള സൊമാറ്റോട്രോപ്പിൻ എന്നിവയൊക്കെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച പ്രോട്ടീനുകളാണ്. അടുത്ത ചോദ്യം ടീം ഡിയോട്. ഭൂമിയിൽ പതിച്ച ഉൽക്കകളിലെ ജൈവവസ്തുക്കളുടെ സാന്നിധ്യം ഒരു പരികൽപ്പനയ്ക്ക് പിൻബലമേകിയിട്ടുണ്ട്. ഏതാണ് ആ പരികൽപ്പന? ദി ഓർഗാനിക് സബ്സ്റ്റൻസസ് ഒബ്റ്റെയിൻഡ് ഫ്രം മീറ്റിയോസ് ദാറ്റ് ഫെൽ ഓൺ എർത്ത് സപ്പോർട്ട് എ ഹൈപ്പോത്തസിസ്. നെയിം ദ ഹൈപ്പോത്തസിസ്. പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ്. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. എന്താണ് ഈ പാൻസ്പെർമിയ വാദം? പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാവാം എന്നതാണ് പാൻസ്പെർമിയ വാദം. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ some other planets in the universe and it accidentally reached to the earth. That is panspermia hypothesis. അടുത്ത ചോദ്യം ടീം സിയോട്. ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവന്റെ ഉൽപ്പത്തി. എത്ര വർഷം മുമ്പാണ് ബഹുകോശ ജീവികൾ ഉത്ഭവിച്ചത്? Life was originated on the earth around 3,800 million years ago. When was multicellular organism originated? Team C was Team B. 1,000 million of years ago. Very good. ശരി ഉത്തരമാണ്. 1,000 million years ago. 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ബഹുകോശ ജീവികള് ഭൂമിയിൽ ഉത്ഭവിച്ചത്. ടീം സിക്ക് ആൻസർ കിട്ടാത്തതുകൊണ്ട് പാസ് ചെയ്ത് ടീം ബി ആണ് ആൻസർ പറഞ്ഞത്. അതുകൊണ്ട് ടീം ബിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ആദ്യകാലത്ത് ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണുണ്ടായിരുന്നത്. ഭക്ഷ്യദൌർലഭ്യം നേരിട്ടതോടെ അവ കഴുത്ത് നീട്ടി ഉയരമുള്ള മരങ്ങളെ ആശ്രയിച്ചു. ഈ അഭിപ്രായം ആരുടേതാണ്? ജിറാഫ് ഹാഡ് ഷോർട്ട് നെക്ക് ഇൻ ദ ബിഗിനിംഗ് ബട്ട് ദേ ഫേസ്ഡ് ഫുഡ് സ്കാർസിറ്റി. They stretched their necks to reach out to tall trees. Whose opinion was it? Lamarck. Jean-Baptiste Lamarck. ശരി ഉത്തരമാണ്. ടീം ബിക്ക് 5 പോയിന്റ്. എന്താണ് ലമാർക്ക് പറഞ്ഞത്? The characters developed during their lifetime of an organism are called acquired characters. ഒരു ജീവി അതിന്റെ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ. ഇത്തരം സ്വഭാവങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും അത് കൂടിച്ചേർന്ന് പുതിയ ജീവജാതി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലാമാർക്കിസം. അടുത്ത ചോദ്യം ടീം എയോട്. പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഹൂ റോട്ട് ദ ബുക്ക് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ? ചാൾസ് ഡാർവിൻ. വെരി ഗുഡ്. റൈറ്റ് ആൻസർ. ടീം എക്ക് 5 പോയിന്റ്. ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ആ ഗ്രന്ഥം രചിച്ചത്. 7 വർഷം നീണ്ടുനിന്ന നിരീക്ഷണങ്ങളുടെയും ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനത്തിലൂടെയും രൂപീകരിച്ച നിഗമനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഗാലപ്പഗോസ് എന്ന ദ്വീപ സമൂഹത്തിലെ ജീവികളെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. 1ാം റൌണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ റൌണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്ക് നമുക്ക് പരിശോധിക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 13 മാർക്ക്,
ടീം സി 5 മാർക്ക്, ടീം ഡി 10 മാർക്ക്, ടീം ഇ 10 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. ഇനി നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് കടക്കാം. ഈ റൗണ്ടിലും 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. പാസ് ചെയ്താൽ 3 മാർക്ക്. ആദ്യ ചോദ്യം ടീം എയോട്. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മികമായ മാറ്റമാണ് ഉൽപരിവർത്തനം. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നെയിം ദ സയന്റിസ്റ്റ് ഹു ഫോർമുലേറ്റഡ് മ്യൂട്ടേഷൻ തിയറി. ഹ്യൂഗോ ഡീവറിസ്. ഹ്യൂഗോ ഡീവറിസ്. ശരിയുത്തരമാണ്. ടീം എക്ക് 5 പോയിന്റ്. Sudden heritable change that occur in gene is known as mutation. This is one of the reason for variation. Mutation is the one of the reason for variation. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മികമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം. ഇത് വ്യതിയാനങ്ങൾക്കുള്ള ഒരു കാരണം കൂടിയാണ്. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോട്. ഡാർവിൻ പഠനവിധേയമാക്കിയ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് കുരുവികൾ. കുരുവികളുടെ എന്ത് പ്രത്യേകതയാണ് ഡാർവിന്റെ ശ്രദ്ധയാകർഷിച്ചത്? Finches were one among the organisms observed and closely studied by Darwin. Which peculiarity of finches attracted Darwin? Differences in beaks. ശരിയുത്തരമാണ്. കുരുവികളുടെ കൊക്കിന്റെ വൈവിധ്യം. Differences in the beaks of finches. കുരുവികളുടെ കൊക്കിന്റെ സവിശേഷതയും അവയുടെ ആഹാര രീതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഡാർവിൻ നിരീക്ഷിച്ചു. ഉദാഹരണമായി ഷഡ്പദഭോജിയായ കുരുവിക്ക് ചെറിയ കൊക്ക്. Insectivorous finches have small beak. Those have or that eat on cactus plants have long and sharp beak. ഇങ്ങനെ ആഹാരരീതിയും കൊക്കിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചാൾസ് ഡാർവിൻ നിരീക്ഷിച്ചു. ടീം ബിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോട്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം ഏതാണ്? നെയിം ദ തിയറി ഓഫ് എവല്യൂഷൻ പുട്ട് ഫോർവേഡ് ബൈ ചാൾസ് ഡാർവിൻ. ടീം സി ഉത്തരം നൽകിയില്ല. ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്യുന്നു. Theory of natural selection. വെരി ഗുഡ്. റൈറ്റ് ആൻസർ ആണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. DNA നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡുകൾ പ്രത്യേക രീതിയിൽ ഡിഎൻഎയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? നെയിം ദ ടെക്നോളജി ഓഫ് ടെസ്റ്റിംഗ് ദി അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. DNA profiling. DNA പ്രൊഫൈലിംഗ്. ശരിയുത്തരമാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. ഡിഎൻഎയിൽ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളുണ്ട്. There are 4 types of nucleotide in DNA. Adenine nucleotide, thymine nucleotide, guanine nucleotide and cytosine nucleotide. The arrangement of nucleotides in each person is differ. But അടുത്ത ബന്ധുക്കളുടെ DNA ക്രമീകരണത്തിൽ, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ സമാനതകൾ കാണപ്പെടും. അടുത്ത ചോദ്യം ടീം ഇയോട്. നമ്മുടെ ഓരോ സവിശേഷതയ്ക്കും അടിസ്ഥാനം ജീനുകളാണ്. മനുഷ്യ ശരീരത്തിലെ ജീനുകളുടെ സ്ഥാനവും അവയുടെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിന് 1990 ആരംഭിച്ച പ്രൊജക്ട് ഏതാണ്? ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഈച്ച് ജീൻ ഇൻ അവർ ബോഡി. എ പ്രൊജക്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1990. വിച്ച് വാസ് ദ പ്രൊജക്ട്? മനുഷ്യ ജീനോം പദ്ധതി. ശരിയുത്തരമാണ്. മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. 1990 മുതൽ 2003 വരെ നീണ്ടുനിന്ന ഈ പ്രൊജക്ടിൽ മനുഷ്യ ശരീരത്തിലുള്ള ജീനുകളുടെ സ്ഥാനവും പ്രവർത്തനവും മനസ്സിലാക്കാൻ സാധിച്ചു. ജനിതക രോഗത്തിന് കാരണമാകുന്ന ജീനുകളുടെ സ്ഥാനം കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടം. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോടാണ്. പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ബാക്ടീരിയയിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ബാക്ടീരിയയെ അതിനുവേണ്ടി ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? We were using bacteria for producing insulin. But now we are not using bacteria. Why? ടീം ഇക്ക് ഉത്തരം അറിയില്ല. അതുകൊണ്ട് ആ ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്യുന്നു. Difficulties faced in culturing of bacteria. വെരി ഗുഡ്. റൈറ്റ് ആൻസർ. ടീം ഡിക്ക് 3 മാർക്ക്. Culturing of bacteria is very difficult.
ശരിയായി സംരക്ഷിച്ചില്ല എങ്കിൽ പൂപ്പലുകളോ ഫംഗസുകളോ ബാധിച്ച് അവ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബാക്ടീരിയ ഉപയോഗിച്ചിപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. എന്താണ് മരുന്ന് തരും മൃഗങ്ങൾ? വാട്ട് ആർ ഫാം ആനിമൽസ്? മൃഗങ്ങളുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തിയിട്ട് മനുഷ്യന് ആവശ്യമായ ഗുണങ്ങൾ അതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മൃഗങ്ങളെ ഫാം ആനിമൽസ് എന്ന് വിളിക്കും. ശരി ഉത്തരമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. ജനിതക പരിഷ്കാരം വരുത്തിയ പശു, പന്നി മുതലായ മൃഗങ്ങളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇൻസുലിൻ, വളർച്ചാ ഹോർമോൺ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരം മൃഗങ്ങളാണ് മരുന്ന് തരും മൃഗങ്ങൾ. മനുഷ്യനിൽ ഈ പ്രവർത്തനത്തിന് കാരണമാകുന്ന ജീനുകളെ മൃഗങ്ങളിൽ സന്നിവേശിപ്പിച്ചാണ് അവയെ മരുന്ന് തരും മൃഗങ്ങളാക്കി മാറ്റുന്നത്. ജീൻസ് റെസ്പോൺസിബിൾ ഫോർ the production of insulin or growth hormone are inserted into animals like pig, cow, etc. are transformed into farm animals. അവയുടെ രക്തത്തിൽ നിന്നോ പാലിൽ നിന്നോ ആണ് മരുന്നുകൾ വേർതിരിച്ചെടുക്കുന്നത്. അടുത്ത ചോദ്യം ടീം സിയോട്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ മനുഷ്യന്റെ ജനിതക രഹസ്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിന് സഹായകമായ സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. എന്താണ് ജീൻ മാപ്പിംഗ്? ദ സീക്രറ്റ്സ് ഓഫ് ഹ്യൂമൻ ജീനോം were revealed with the help of the technology gene mapping. What is gene mapping? Finding the position of genes for a particular trait and giving the treatment. ശരി ഉത്തരമാണ്. To identify the location of a gene in the DNA that are responsible for a particular trait. This technology is known as gene mapping. Gene mapping എന്ന ഈ സാങ്കേതിക വിദ്യയാണ് മനുഷ്യന്റെ ജനിതക ഘടനയുടെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ സഹായിച്ചത്. ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. ഈ സാങ്കേതിക വിദ്യയെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുകൂടെ വിളിക്കുന്നു. എന്തുകൊണ്ട്? The technology of testing the arrangement of nucleotide is DNA profiling. This technology is also called DNA fingerprinting. Why? എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജീൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ പാരന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറയോ? DNA ഫിംഗർ പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. എല്ലാ വ്യക്തിയുടെയും ന്യൂക്ലിയോടൈഡ്സിന്റെ അറേഞ്ച്മെന്റിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തികളെ തിരിച്ചറിയാനും അവരുടെ പാരന്റ്സിനെ തിരിച്ചറിയാനും ഇത് സഹായകരമാകുന്നു. ശരി ഉത്തരമാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. ഈ സാങ്കേതിക വിദ്യയെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയാൻ കാരണം ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമായതുപോലെ DNAയിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമാണ്. ജസ്റ്റ് ലൈക്ക് ഡിഫറൻസസ് ഇൻ ദ ഫിംഗർ പ്രിന്റ് ഓഫ് ഈച്ച് പേഴ്സൺ, the arrangement of nucleotide in each person also differ. That is why it is known as DNA fingerprinting. Clear ആയല്ലോ? ടീം ബിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോട്. എന്താണ് ജീൻ തെറാപ്പി? വാട്ട് ഈസ് ജീൻ തെറാപ്പി? Gene therapy is a method of treatment in which genes responsible for diseases are removed and functional genes are inserted. Very good. Right answer. A method of treatment in which genes that are responsible for diseases are removed and normal functional genes are inserted in the place. ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ, തലസീമിയ മുതലായ ജനിതക രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈ രോഗങ്ങൾക്ക് ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത് പൂർണ്ണമായ ചികിത്സ സാധ്യമല്ല എന്നാണ്. എന്നാൽ രോഗത്തിന് കാരണമായ ജീനുകളെ അതിന്റെ സ്ഥാനം ജീൻ മാപ്പിംഗിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പോലുള്ള എൻസൈമുകൾ ഉപയോഗിച്ച് നമുക്ക് അവയെ DNAയിൽ നിന്ന് മുറിച്ചു മാറ്റാം. പകരം ജീനുകളെ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ജനിതക രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇതുവരെ 2 റൌണ്ടുകൾ പൂർത്തിയായി. രണ്ടാമത്തെ റൌണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്കുകൾ ഇപ്രകാരമാണ്. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി 16 മാർക്ക്, ടീം ഇ 5 മാർക്ക്. ഇനി നമുക്ക് 3ാം റൌണ്ടിലേക്ക് കടക്കാം. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ചോദ്യമാണ് അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എന്നത്. കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് എ ഗിവൺ ക്വസ്റ്റ്യൻ. ഈ റൌണ്ടിൽ ഞാൻ തെറ്റായ പ്രസ്താവന പറയും. നിങ്ങളത് തെറ്റ് തിരുത്തി ശരിയാക്കി പറയണം. ക്ലിയർ?
ഈ റൌണ്ടിന് 5 മാർക്കാണ്. പാസ് ചെയ്താൽ 3 മാർക്ക്. ആദ്യ ചോദ്യം ടീം എയോട്. പരിണാമപരമായി മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ജീവിയാണ് കുരങ്ങ്. മങ്കി ഈസ് ദ ക്ലോസസ്റ്റ് ഓർഗാനിസം ടു മാൻ ഫ്രം ദ എവല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ. Chimpanzee is the closest organism to man in the evolution. Okay, from the evolution point of view. Right answer. Team A ക്ക് 5 മാർക്ക്. When comparing amino acid in the beta chain of human and with the other organism, comparing amino acids of beta chain of hemoglobin of a man with the other organism, there is no change in the amino acids of man and chimpanzee. മനുഷ്യരിലെ ഹിമോഗ്ലോബിന്റെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുമായി മറ്റ് ജീവികളിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളെ താരതമ്യം ചെയ്തപ്പോൾ ചിമ്പാൻസിയുടെ അമിനോ ആസിഡുകളും മനുഷ്യന്റെ അമിനോ ആസിഡുകളും തമ്മിൽ ഒരു വ്യത്യാസവും കാണപ്പെട്ടില്ല. തന്മാത്ര ജീവശാസ്ത്ര പ്രകാരമാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചിമ്പാൻസിയാണ് മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ജീവി. അടുത്ത ചോദ്യം ടീം ബിയോട്. മനുഷ്യൻ ആന്ത്രോപോയിഡയിലെ സെർക്കോപിറ്റിക്കോയിഡ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഹ്യൂമൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ സെർക്കോപിറ്റിക്കോയിഡ ഓഫ് ആന്ത്രോപോയിഡ്. ഹോമിനോയിഡിയയിലാണ് ഉൾപ്പെടുന്നത്. ശരി ഉത്തരമാണ്. ടീം ബിക്ക് 5 മാർക്ക്. ഹ്യൂമൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹോമിനോയിഡ ഓഫ് ആന്ത്രോപോയിഡ്. ആന്ത്രോപോയിഡയുടെ 2 വിഭാഗങ്ങളാണ്, സെർക്കോപിറ്റിക്കോയിഡയും ഹോമിനോയിഡയും. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബ്ബൺ എന്നിവ ഹോമിനോയിഡയിലും കുരങ്ങ് സെർക്കോപിറ്റിക്കോയിഡ എന്ന വിഭാഗത്തിലുമാണ് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം ടീം സിയോട്. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗമാണ് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസ് ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ്. Ardipithecus ramidus is the most primitive member of human race. ശരി ഉത്തരമാണ്. ടീം സിക്ക് 5 മാർക്ക്. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗമാണ് ആർഡിപിത്തിക്കസ് രാമിഡസ്. തുടർന്ന് വരുന്നത് ആസ്ട്രലോപിത്തിക്കസ് അഫറൻസിസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഇവയാണ് മനുഷ്യന്റെ പരിണാമ ഘട്ടങ്ങൾ. അടുത്ത ചോദ്യം ടീം ഡിയോട്. ഒരേ ഘടനയുള്ളതും ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ. ഓർഗൻസ് ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം സിമിലർ ഫംഗ്ഷൻസ് are called homologous organs. Organs having similar structure and perform different functions are homologous. Very good. ആകാര താരതമ്യ പഠനം അത് പ്രകാരം പല്ലി, വവ്വാൽ, തിമിംഗലം എന്നിവയുടെ മുൻകാലുകളുടെ ഘടന താരതമ്യം ചെയ്തു. ആന്തരിക ഘടന സമാനമാണ്. അസ്ഥി, പേശി, രക്തക്കുഴലുകൾ എന്നിവ സമാനമായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസം അവയ്ക്ക് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അനുകൂലങ്ങളാണ്. ടീം ഡിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോട്. മെൻഡൽ നടത്തിയ ചില പരീക്ഷണങ്ങളാണ് DNA പരിശോധന എന്ന സാധ്യതയിലേക്ക് വഴിതെളിയിച്ചത്. Certain experiments conducted by Mendel paved a way for DNA testing. അലക് ജെഫ്രി നടത്തിയ പരിശോധനകളാണ് DNA പരിശോധനയിലേക്ക് വഴി തെളിയിച്ചത്. ശരി ഉത്തരമാണ്. ടീം ഇക്ക് 5 പോയിന്റ്. ഇനി വരുന്ന ചോദ്യങ്ങൾ 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ശരിയായത് ഏതെന്ന് പറയണം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ടീം ഇയോട്. നവീന ജനിതക എഞ്ചിനീയറിംഗുമായി ബന്ധമില്ലാത്തതേത്? വിച്ച് വൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മോഡേൺ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഓപ്ഷൻ എ DNA ഫിംഗർ പ്രിന്റിംഗ്, ഓപ്ഷൻ ബി എക്സ്റേ ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ സി ജീൻ മാപ്പിംഗ്, ഓപ്ഷൻ ഡി DNA പ്രൊഫൈലിംഗ്. ജീൻ മാപ്പിംഗ് ശരി ഉത്തരമല്ല. ചോദ്യം ടീം ഡിയോട് പാസ് ചെയ്തു. എക്സ്റേ ഡിഫ്രാക്ഷൻ ശരി ഉത്തരമാണ്. നവീന എഞ്ചിനീയറിംഗുമായി ബന്ധമില്ലാത്തതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. DNA ഫിംഗർ പ്രിന്റിംഗ്, ജീൻ മാപ്പിംഗ്, DNA പ്രൊഫൈലിംഗ് ഇവയൊക്കെ ജനിതക എഞ്ചിനീയറിംഗുമായി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗുമായി ബന്ധമുള്ളവയാണ്. ടീം ഇക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യവും ടീം ഡിയോടാണ്. ഭക്ഷ്യ ദൌർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിനുള്ള മത്സരമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധനാര്? Scarcity of food led to diseases, starvation and a struggle for existence. Who told this? Options: Hugo de Vries, B. Charles Darwin,
സി റോബർട്ട് മാൽത്യൂസ്, ഡി ലാമാർക്ക്. റോബർട്ട് മാൽത്തൂസ്. ശരിയുത്തരമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. റോബർട്ട് മാൽത്തൂസിന്റെ ഈ ആശയം ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കുരുവികളുടെ കൊക്കിന്റെ ആകൃതി അവയുടെ വൈവിധ്യങ്ങൾ അവയുടെ ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് ഈ ആശയം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ റോബർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന ഈ സാമ്പത്തിക വിദഗ്ധന്റെ അഭിപ്രായം കൂടി ആരെ സ്വാധീനിച്ചിട്ടുണ്ട്? ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ടീം സിയോട്. കല്ലുകൾ, അസ്ഥികൾ എന്നിവ ഉപയോഗിച്ച് ആയുധം നിർമ്മിച്ചിരുന്ന മനുഷ്യന്റെ പൂർവികനാര്? നെയിം ദ ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഹു മെയ്ഡ് വെപ്പൺസ് ഫ്രം സ്റ്റോൺസ് ആൻഡ് ബോൺ പീസസ്. ഓപ്ഷൻ എ ഹോമോ ഹബിലിസ്, ബി ഹോമോ ഇറക്ടസ്, സി ഹോമോ നിയാൻഡർതാലൻസിസ്, ഡി ആസ്ട്രലോപിത്തിക്കസ് എഫറൻസിസ്. ഹോമോ ഹബിലിസ്. വെരി ഗുഡ്. ശരിയുത്തരമാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോട്. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? മാൻ യൂസ്ഡ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബയോളജിക്കൽ പ്രോസസസ് ഫോർ ദ വേരിയസ് റിക്വിസിറ്റ്സ്. നെയിം ദ ടെക്നോളജി. ഓപ്ഷൻ എ ജനിതക എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓപ്ഷൻ ബി ജൈവ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി. ഓപ്ഷൻ സി ജീൻ തെറാപ്പി. ഓപ്ഷൻ ഡി DNA ഫിംഗർ പ്രിന്റിംഗ്. ബയോടെക്നോളജി. വെരി ഗുഡ്. ടീം ബിക്ക് 5 മാർക്ക്. BC 4000 മുതൽ മനുഷ്യൻ മൈക്രോ ഓർഗാനിസം, ഈസ്റ്റ് മുതലായവയെ ഉപയോഗിച്ചുകൊണ്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ദി എബിലിറ്റി ഓഫ് ഫംഗൈ ആൻഡ് ബാക്ടീരിയ ടു കൺവേർട്ട് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ വാസ് യൂട്ടിലൈസ്ഡ് ടു മേക്ക് വൈൻ ആൻഡ് അപ്പം. നമുക്കറിയാം ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ഇവയൊക്കെ അല്ലെ, അതിലൊക്കെ ഇത്തരം ജീവികളെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ആ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ബയോ ടെക്നോളജി. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോട്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. നെയിം ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. എ സൈറ്റോളജി, ബി ആന്ത്രപ്പോളജി, സി പാലിയന്റോളജി, ഡി ഫിസിയോളജി. പാലിയന്റോളജി. ശരി ഉത്തരമാണ്. ടീം എക്ക് 5 പോയിന്റ്. ടീം എക്ക് 5 പോയിന്റ്. ഇതുവരെ 3 റൌണ്ടുകളും പൂർത്തിയായി. മൂന്നാമത്തെ റൌണ്ടിൽ ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ ഇപ്രകാരമാണ്. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി 13 മാർക്ക്, ടീം ഇ 5 മാർക്ക്. ടീമുകൾക്ക് ലഭിച്ച ടോട്ടൽ മാർക്ക്: ടീം എ 30 മാർക്ക്, ടീം ബി 33 മാർക്ക്, ടീം സി 20 മാർക്ക്, ടീം ഡി 39 മാർക്ക്, ടീം ഇ 20 മാർക്ക്. നാളെ ഇതേ സമയം ബയോളജി പ്രശ്നോത്തരി 2ാം ഭാഗം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.